നമ്മൾ ഇന്ന് പുതിയ സ്റ്റെപ്സ് പഠിക്കാൻ പോവുകയാണ് തിരുവാതിരക്കളിയുടെ. ഞാൻ വളരെ ആവുമ്പോൾ നോക്കട്ടെ എത്ര സ്റ്റെപ്സ് എടുക്കാൻ പറ്റും, ഇതിൽ എത്ര ചെയ്യുമെന്ന് അറിയണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് സ്റ്റെപ്സ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി സ്റ്റെപ്സാണ് പഠിക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കൂ. നമസ്കാരം. നമുക്കിന്ന് വീണ്ടും ഒരു സ്റ്റെപ്സ് പഠിക്കാം. ഒന്ന് രണ്ടോ നമുക്ക് സമയം പോയി നമുക്ക് പഠിക്കാം. നിങ്ങൾ പഠിക്കുന്നതനുസരിച്ച് നമുക്ക് ഒന്ന് രണ്ടോ സ്റ്റെപ്സ് പഠിച്ചെടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിന് പകുതിയാണ് ചെയ്യാൻ പോകുന്നത്, ബാക്കിയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പാട്ട് തെറ്റി ഞാൻ പാടി തന്നിട്ടില്ല. അടുത്ത ക്ലാസ്സിന് പാടുന്ന പാടാം. അപ്പം ഓരോരുത്തർക്കായിട്ട് ചെയ്ത് നോക്കാം. ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. സംശയമില്ലല്ലോ. പ്രാവശ്യം ചെയ്തു. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5. വലതുകാലം 6 7 8. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? കുറേശ്ശെ കൂടി ചെയ്താലോ? ചെയ്യും. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. കറക്റ്റാണ്. മനസ്സിലാകുന്നല്ലേ? ശരി, നമുക്ക് ഇനി അടുത്ത ആൾ ചെയ്യാം. 1 2 ആദ്യം വലത്തോട്ട് പിന്നെ അടുത്തോട്ട്. ശരി. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഒന്നുകൂടി ചെയ്യാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. കറക്റ്റ്. ശരി. അടുത്ത ആള് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 1 2 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ശരി. 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഓക്കെ. ചെയ്യാം. ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായല്ലോ എല്ലാവർക്കും? നമുക്ക് ഇതിനെ കൈ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ ഈ വലത് കൈ ഈ കമഴ്ത്തി പിടിച്ചു, ഇടത് കൈ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് താഴ്ന്നു ചെയ്യണം. 1 2 3 4. ഇവിടെ തിരിച്ചു.
7. ഇവിടെ കൈ വെറുതെ 1 2 3 4. വീണ്ടും അടുത്തോട്ടാണ് നമ്മൾ പോണത്. 5. വീണ്ടും കൈ പിടിച്ചു. 5 6 7 8. അടുത്തോട്ട് 1 2 3 4. നമ്മുടെ വലത് കാലം എടുത്തിട്ട് നമ്മൾ പുറകിലോട്ട് വെക്കണം. 5 കണ്ടോ. 6 അവിടെ കൈ വെറുതെയാണ്. 7 8. കൈ അവിടെ വെറുതെ 5 വെച്ചു. 6 7 നമ്മൾ വെച്ചിട്ട് 7 8 തിരിയാം. കൈ വെറുതെ വെച്ചു. വീണ്ടും നമ്മൾ ചെയ്യാം. മനസ്സിലായോ? 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. സംശയമില്ല എല്ലാവർക്കും? നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ശരി, ചെറിയ നമ്മൾ പഠിക്കാം. നിങ്ങൾ എപ്പോഴും ചെയ്യുന്നതാണ് എങ്കിലും സംശയം കാണുമല്ലോ. അപ്പോൾ നമ്മൾ കൈ ഇടത്തോട്ട് വെച്ചു, തൊഴുത് പിടിച്ചോണ്ട് നിൽക്കുക. കൈ തട്ടരുത്. ഇതാ നമ്മുടെ വലത് കാലം ഇതാ 1 കണ്ടോ. വലത് കാലം ദൂരെ വെച്ചു. അപ്പോൾ കൈ എന്ത് ചെയ്തു? 1 2 ഇടതുകാലം ചേർത്ത് വെച്ചു. ഇനി നമ്മുടെ വലത്തോട്ട് കൈ ചേർത്ത് പിടിച്ചു, തൊഴുത് പിടിച്ചു. പിന്നെ ഇടത് കാല് പോയി ഇടത് കൈ കണ്ടോ. അപ്പം 1 2 3 4. അത് മാത്രം ചെയ്ത് നോക്കരുത്. അറിയില്ലേ അത്? ചെയ്തോളൂ. എല്ലാവരും ചേർന്നു ചെയ്തോളൂ. ചെയ്തോളൂ. 1 2 3 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1 അപ്പൊ മറ്റേ കൈ 2. വലത് കൈ ഇവിടെ വെച്ചു, ഇടത് കൈ വെറുതെ തൂക്കിയിട്ടു. അത്രേ ഉള്ളൂ. ഒന്നുകൂടി ചെയ്യൂ. 1 കൈ വേണ്ടല്ലോ, കാല് ഇങ്ങനെ വെക്കണ്ടല്ലോ. വേണ്ട, ചേർത്ത് വെച്ചിട്ട് 2 കണ്ടോ. 3 4. ഒന്നുമില്ലതാ 1 2 3 4. അപ്പൊ നന്നായിട്ട് മുട്ട് മടക്കി ചെയ്യണം. 1 2 3 4. 1 ചേർന്നിരിക്കുകയാണ് കാര്യം. 1 ചേർത്ത് വെച്ചു കാര്യം. 2 എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് മടക്കി കൊടുത്ത് കാര്യം. 2 ദൂരെ 3 വീണ്ടും ചേർന്നു. 4. അപ്പോൾ ഒരു കൈ നമ്മളിങ്ങനെ വെറുതെ ഇടുക. ഒന്നുകൂടി ചെയ്യാം. 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? പ്രാവശ്യം ചെയ്യൂ. 1 2 3 4 5 6 7 8. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മനസ്സിലായല്ലോ. ശരി, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഇതാണ് നമ്മൾ ചെയ്തത് അല്ലേ? 1 2 3 4 5 6 7 8. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുമോ? തിരിഞ്ഞു നിന്നു. ഇങ്ങനെ തിരിയണം എന്നല്ല ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നമ്മൾ നിങ്ങൾ തിരിഞ്ഞിട്ട് കണ്ടോ. തിരിച്ച് അതേ കൈ തന്നെ വന്നതാ. 1 2 3 4 5 6 7 8. അതേ സ്റ്റെപ്പ് തന്നെ തിരിച്ചു ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. നോക്കാം നമുക്ക്. ഇടത് വശത്ത് തന്നെയാണ്. നമ്മുടെ ഇടത്തോട്ട് കൈ എടുത്തോട്ട് 1 2 കൈ തൂക്കിയിടണം. 3 വലത്തോട്ട് 4 വലത് കൈ. അപ്പൊ നമ്മുടെ ഇടത്തോട്ട് വെച്ചിങ്ങനെ നമ്മൾ പോകുന്നു വലത്തോട്ടാണ്. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞത് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇങ്ങോട്ട് ചെയ്തതുള്ളൂ. ഒന്ന് റൗണ്ട് ആവട്ടെ. അല്ല കുറച്ച് ചെയ്തോളൂ. റെഡി ചെയ്തോളൂ. 1 2 അപ്പൊ കൈ തൂക്കിയിടണം. 3 4 5 6 7 8. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇങ്ങനെ ചെയ്തില്ലേ? തൊഴുത് പിടിച്ചു. 1 ഇവിടെ ചവിട്ടി. 2 എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വലത് കൈയാണ് ആദ്യം നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഇടത് കൈ വെറുതെ നീട്ടിയിടുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് ഇടത് കൈ പോകുമ്പോൾ വലത് കൈ നീട്ടണം. അത്രയേ ഉള്ളൂ. അതാണ് ചെറിയ സംശയം വരുന്നത് അല്ലേ? തിരിഞ്ഞു നിൽക്കും. തിരിഞ്ഞു ചെയ്യണം. 1 2 ഓക്കെ 3 4. അപ്പൊ മറ്റേ വെറുതെ ഒന്നുകൂടെ 1 2 3 4 5 6 7
8. ഞാൻ 1 പറഞ്ഞിട്ടേ 1 ചവിട്ടാൻ പാടുള്ളൂ, 2 പറഞ്ഞിട്ടേ 2 ചവിട്ടാൻ പാടുള്ളൂ. 2 പറയുമ്പോൾ 3, 4 ഒക്കെ ചവിട്ടുന്ന ഇവിടെ വരും. അപ്പോൾ അത് ശ്രദ്ധി. ഇവിടെ നോക്കിവിടെ റൗണ്ട് ആയിരുന്നു. ഇവിടെ തിരിഞ്ഞ് നോക്കുമ്പോൾ അതുകൂടെ ശ്രദ്ധി. റൗണ്ടാണ്. നമ്മൾ തൊട്ടടുത്ത ആണോ തൊട്ടടുത്താണ് നിൽക്കുവാണോ എന്ന് നോക്കണം. ഓക്കെ, ആ ചെയ്തോളൂ. ഇപ്പം ഇങ്ങനെതാവും 1, 2. മനസ്സിലായോ? ചെയ്തോളൂ. 1, 2, 3, 4, 5, 6, 7, 8. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം അകത്തോട്ടൊരു നാലെണ്ണം ചെയ്ത് പുറത്തോട്ടൊരു നാലെണ്ണം ചെയ്യാം. ശരിക്കുന്നോളൂ. നമ്മുടെ റൗണ്ട് കറക്റ്റ് ആണെന്ന് നോക്കൂ. ശരി, ചെയ്തോളൂ. 1, 2, 3, 4, 5, 6, 7, 8. നമ്മൾ ഉള്ളിലോട്ട് തിരിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ചവിട്ടണമെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് തിരിഞ്ഞാലേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നമ്മൾ 2 സ്റ്റെപ്പേ പഠിച്ചുള്ളെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. സിമ്പിളാണ് സ്റ്റെപ്സ് അല്ലേ? സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് നടത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ 2 സ്റ്റെപ്സാണ് എടുത്തത്. 2 സ്റ്റെപ്സ് വലിയ കുഴപ്പമില്ലാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടു നോക്കും, നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇത്ര നേരം എല്ലാവർക്കും നന്ദി, നമസ്കാരം.